ഞങ്ങൾ പുറത്തു നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് ഉത്തരം പറഞ്ഞു ആ ഉത്തരത്തിനാണ് ഇവിടെ സമ്മാനം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണോ ആദ്യം പറയുന്നത് അയാൾക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളിൽ ആരാണ് ആദ്യം പറയേണ്ടത് എന്ന് പുരുഷു എന്നൊരു കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത്. ശരിക്കും ശരിയല്ല എന്നീ റൗണ്ടിൽ നിങ്ങളിൽ ആര് പറയണമെന്നറിയുന്നതിന് വേണ്ടി പുരുഷു അനുഗ്രഹ വർഷവുമായി വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോന്ന് തിരഞ്ഞെടുക്കാം. ഒറ്റ ആൺതിരി എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം നമ്മുടെ പുരുഷനെ തന്നെ പുരുഷ എടുത്തോളൂ. സി. 4ാം സ്ഥാനം. ഇനി ജയശ്രീ ചേച്ചി. അശ്വതി എ. സ്റ്റെഫി ഡി. അശ്വതിയോടാണ് ചോദ്യം. ശ്രദ്ധിച്ചു കേൾക്കുക, ഉത്തരങ്ങൾ പറയുക. ട്രെയിൻ യാത്രകളിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് എന്താണ്? പേഴ്സും സ്വർണവും സൂക്ഷിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും കള്ളന്മാരെ സൂക്ഷിക്കുക എന്നുള്ളിടത്തേക്കാണ് എത്തിച്ചേരേണ്ടത് അല്ലേ? നമ്മുടെ പേഴ്സും സ്വർണവും നമ്മൾ സൂക്ഷിക്കേണ്ടത് കള്ളന്മാരിൽ നിന്നാണ്. അത് അല്ലേ? കള്ളന്മാരെ എന്ന് നമുക്ക് അതിലേക്ക് അത് എത്തിച്ചേർക്കാം. കള്ളന്മാരെ സൂക്ഷിക്കുക 19%. ഇനി സ്റ്റെഫി. വാതിക്കൽ നിന്ന് യാത്ര ചെയ്യാതിരിക്കുക. പബ്ലിക് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാരും തന്നെ പറഞ്ഞിട്ടില്ല. അടുത്തത് ടിക്കറ്റ്. 28% പേര് പറഞ്ഞു നമ്മൾ ടിക്കറ്റ് സൂക്ഷിക്കണമെന്ന്. നമ്മൾ അതേ ട്രെയിനാണോ കയറിയതെന്ന് നമ്മൾ നോക്കണം. ട്രെയിൻ യാത്രകളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൂക്ഷിക്കേണ്ടതല്ല. അതേ ട്രെയിനിൽ യാത്ര ചെയ്ത് അത് ലോക്കായി പോയി. ആലോചിച്ച് പറയണം. ഇല്ല. ഇനി ബാക്കി എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ ബി. സ്ത്രീ സുരക്ഷ, അതായത് സാമൂഹ്യ വിരുദ്ധന്മാരിൽ നിന്നും അല്ലാതെയും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഓപ്പൺ ഡി. ലഗേജ്, ഭക്ഷണ പദാർത്ഥങ്ങൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും പുരുഷയിലേക്ക് നമുക്ക് പോവാം. ആരാണ്? സ്റ്റെഫി. സി. 2ാം സ്ഥാനം സ്റ്റെഫിക്കാണ്. അശ്വതി ബി. ഇനി മറ്റൊരു പൂജ്യക്കാരൻ ഡി. ജയശ്രീ എ. ജൈവ കൃഷിയുടെ ഭാഗമായി കേരളത്തിലെ വീടുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് എന്താണ്? പയർ. നോക്കട്ടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന്. അടുത്ത ആൾ സ്റ്റെഫി. വാഴക്കൊല. തക്കാളി. നോക്കട്ടെ. ചീര. 12%. ഇനി മറ്റുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ. വഴുതനങ്ങ 20%. സി. വെണ്ടയ്ക്കായ. ഓപ്പൺ ഇ. മുളക്. ഇതിനൊക്കെ ചെറിയ ചില കാരണങ്ങളുണ്ട്. വഴുതനങ്ങയും വെണ്ടയ്ക്കയും മുളകും ഒന്ന് ജൈവ കൃഷി വീടുകളിൽ ചെയ്യുന്ന കൃഷിയാണ്. വലിയ തോട്ടങ്ങളിൽ അധികം ഇപ്പോഴും ചെയ്തു തുടങ്ങിയിട്ടില്ല. കേരളത്തിലെ വീടുകളിൽ എന്ന് ഞാൻ എടുത്തു ചോദിച്ചു. വഴുതനങ്ങയും വെണ്ടക്കായും മുളകുമെല്ലാം കഷ്ടിച്ച് 4 അടി പൊക്കം മാത്രം വരുന്ന ചെടിച്ചട്ടികളിൽ വളർത്താവുന്ന ഗ്രോ ബാഗുകളിൽ വളർത്താവുന്ന ചെടികളായതുകൊണ്ടായിരിക്കാം നമ്മൾ സർവേ നടത്തിയപ്പോൾ കൂടുതൽ ആൾക്കാരും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്. 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ആര് പറയണം എന്നുള്ളത് വീണ്ടും തീരുമാനിക്കാൻ വേണ്ടി നമുക്ക് പുരുഷയിലേക്ക് പോകാം. സി. സനത്തിന് ദൈവം കാത്തു. സ്റ്റെഫി ആലോചിച്ച് തീരുമാനിച്ച് പറയൂ. സ്റ്റെഫി എ. 3. അശ്വതി ഡി.
ഡി. 2 ജയശ്രീ ജി. ബി. ബി. അവസാനം സനി. മൊബൈൽ വന്നതുകൊണ്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? വംശനാശം എന്ന് പറഞ്ഞാൽ അതൊരു മൊബൈൽ വന്നുകൊണ്ട് ഒരു ജീവിക്ക് ആപത്ത് വന്നു വിചാരിക്കരുത്. മൊബൈൽ വന്നതോടുകൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും ഇന്ന് നമ്മൾ ഉപയോഗിക്കാതായി. അത് ഏതെല്ലാമാണ്? ടെലിഫോൺ. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോൺ ആണ് കവി ഉദ്ദേശിച്ചത്. ലാൻഡ് ഫോൺ. നോക്കട്ടെ. 8% പേര് ലാൻഡ് ഫോൺ എന്ന് പറയുന്നു. അശ്വതി. ഫോൺ ഡയറി. നമ്പർ എഴുതി വെക്കില്ല, ഡയറി. ഫോൺ ഡയറി. ഓക്കെ, നോക്കിക്കോളൂ. അത് നമ്മളിങ്ങനെ സ്റ്റെഫി. കത്തുകൾ. കത്തുകൾ. 33% പേര് പറഞ്ഞത് കത്തുകളാണ്. ജയശ്രീ ചേച്ചി. ടെലിഗ്രാം. ടെലിഗ്രാം. 28% പേര് ടെലിഗ്രാം എന്ന് പറഞ്ഞു. നമുക്ക് ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ എ. വാക്മാൻ. പാട്ട് കേൾക്കാൻ വേണ്ടി കൊണ്ടു നടന്നുകൊണ്ടിരുന്ന സാധനമാണ്. അതിപ്പോഴും ആരും ഉപയോഗിക്കുന്നില്ല. ഓപ്പൺ ഇ. ചെറിയ ക്യാമറകൾ കഴുതി തൂക്കിയിട്ട് നടന്നവരെല്ലാം മൊബൈലിലോട്ട് കയറി. ശരിക്കും ശരിയല്ല എന്ന റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഈ നിൽക്കുന്ന 4 പേരിൽ ആരോ പുറത്താകാൻ പോവുകയാണ്. പോകുന്നത് ആരാണ് എന്ന് നമുക്ക് പുരുഷു പറഞ്ഞു തരും. പുരുഷു. സ്റ്റെഫി തോമസ് 33, ജയശ്രീ 68, സനിത് കുമാർ 8, അശ്വതി എസ് നായർ 35. സനിത്തെ വരും. എന്ത് തോന്നുന്നു ഈ അവസരത്തില്? ഇവിടെ ഒരു അവസരം കിട്ടിയതിൽ വളരെ നന്ദിയുണ്ട് നമ്മുടെ ചാനലിനോടും. നന്ദിയുണ്ട്. ഇനി ഇവരിൽ ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ പ്രവചനങ്ങൾ വളരെ സത്യമായിട്ട് വരാറുണ്ട് പലപ്പോഴും. രണ്ടാമത്തെ ആൾ ജയിക്കുന്ന തോന്നുന്നു. രണ്ടാമത്തെ ആള് എഞ്ചിനീയർ ജയിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ? ഈ പ്രവചനം സത്യമായ നിങ്ങൾ സൈന്യത്തിന് എന്തെങ്കിലും കൊടുക്കുമോ? കൊടുക്കും. എന്ത് കൊടുക്കും? നോക്കിട്ട് കൊടുക്കാം. എല്ലാ ഗിഫ്റ്റും തുറന്ന് നോക്കിയിട്ട് കൊടുക്കാം. എല്ലാ ഗിഫ്റ്റും തുറന്നു നോക്കിയിട്ട് കൊടുക്കാന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കും. നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഗിഫ്റ്റുകളിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും കൊടുക്കും അല്ലേ? നിങ്ങൾ രണ്ടുമാണ് ജയിക്കുന്നെങ്കിൽ എന്ത് കൊടുക്കും ഇനി? ഒന്നും കൊടുക്കത്തില്ല. ഒന്നും കൊടുക്കത്തില്ല. ഒന്നും കൊടുക്കുന്നില്ല. മാഡം പറഞ്ഞില്ലല്ലോ പേര്. നോക്കാന്ന് പറഞ്ഞാൽ കൊടുക്കൂലെന്ന് തന്നെ. മുഖം കണ്ടാൽ എനിക്കറിയാം കേട്ടോ. കൊടുക്കൂലെന്നുള്ളൊരു നോക്കാൻ തന്നെ ഞാൻ പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ഇവരിൽ നിന്നും? ഞാനോ? എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഉള്ളത് പോരട്ടെ എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? ചരിത്രത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കും.